വല്ലാതെ നോക്കുന്നു. ഒരു പെണ്ണിനെ നോക്കുന്നതിനേക്കാളും വളരെ എനിക്ക്, കാരണം അത്രയും രൂക്ഷമായിട്ടുള്ള നോട്ടം പുള്ളിയുടെ, ഒരു വികൃതമായിട്ടുള്ളൊരു നോട്ടം. അതെന്താണെന്ന് പോലും എനിക്ക് അന്നത്തെ തിരിച്ചറിയാനുള്ള പ്രായമില്ലായിരുന്നു. പേടിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നതെല്ലാം പലതും നെഗറ്റീവായിട്ടാണ്. നമ്മൾ പഠിക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? സിവിൽ സർവീസ്. അത് കഴിഞ്ഞിട്ട് അവർ പല ഡിഗ്രിയും പലതും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായാലും ഒരു എക്സാം എന്ന് പറഞ്ഞേ ടെൻഷനാണ്. യെസ്, വൈ? ബിക്കോസ് അത് നമ്മൾ ഫാസിലടക്കമുള്ള നടന്മാർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്കും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ADHD. അത്തരത്തിലുള്ള അസുഖങ്ങൾ. അപ്പം നമ്മൾ ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, ഇപ്പം നമുക്ക് ഒരാൾക്കൊരു പേടിയുണ്ട്, ട്രോമ പോലെ വന്നു. അപ്പോൾ ആ അനുഭവം എന്ത് കണ്ടപ്പോഴാണ് നിങ്ങൾക്കുണ്ടായി? ഞാൻ ഇന്ന പോലെ ചെറുപ്പത്തിൽ കണ്ട ഇപ്പം എനിക്ക് തന്നെ ഞാനൊരു 18 വയസ്സുള്ളപ്പം എറണാകുളത്ത്, അപ്പം ഞാൻ അന്നും ഇന്നും കൂടുതലായിട്ടൊന്നും പുറത്തേക്കൊന്നും പോകില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകും, എന്നല്ലാതെ ചുമ്മാ പോയി കറങ്ങി അവിടെ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എവിടെയെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ പോയി വന്നു. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ബീച്ചിൽ പോയി വന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യമല്ല. അത് ചുമ്മാ അലഞ്ഞ് തിരിഞ്ഞ് അവിടെ പോയി നിൽക്കുക, ഇവിടെ പോയി നിൽക്കുക, ഇങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, എല്ലാത്തിനും ഞാനുണ്ടാവും. ഇപ്പോൾ കൂട്ടുകാരുണ്ട്, നമുക്ക് അവിടെ പോകാം. പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ഞു വന്നോണം. പിന്നെയും ചുമ്മാ കറങ്ങി സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്ന് തോന്നുമ്പോൾ വീട്ടിൽ കയറുന്ന അങ്ങനെ പരിപാടിയില്ല. ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞ് വന്നു, വീട്ടിൽ വന്നു, ഈ രീതിയിലുള്ള സ്വഭാവം. ഇപ്പം ഞാനൊരു സിനിമ കാണാനായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ഇതുള്ള, അപ്പം വളരെ ചെറുപ്പമാണെന്ന് ഓർത്തോണം. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 55-58 വയസ്സെങ്കിലും കാണും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പുള്ളിയുടെ മുഖം പോയിട്ടില്ല. അപ്പം എറണാകുളത്ത് എനിക്ക് വന്ന മേനകാണ് ശ്രീധരാണെന്ന് ഒരു സിനിമ കാണട്ടെ. അപ്പോൾ ഈ എന്നെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നു. ഒരു പെണ്ണിനെ നോക്കുന്നതിനേക്കാളും വളരെ എനിക്ക് ഒരു ഹിപ്നോട്ടിസ് നോക്കുന്ന പോലെയാണ്. എനിക്ക് പുള്ളിയെ നോട്ടത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ മനസ്സ് പുള്ളിയുടെ ഫേസ് ഉണ്ട്, എൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞതാണ്. അത് കാരണം അത്രയും രൂക്ഷമായിട്ടുള്ള നോട്ടം പുള്ളിയുടെ, ഒരു വികൃതമായിട്ടുള്ളൊരു നോട്ടം. അതെന്താണെന്ന് പോലും എനിക്ക് അന്നത്തെ തിരിച്ചറിയാനുള്ള പ്രായമില്ലായിരുന്നു. പേടിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോയി. അപ്പം നമുക്ക് ആ ഒരു ഫേസ് നമ്മുടെ മനസ്സിൽ കിടക്കുകയാണെന്ന് വെച്ചു എന്ന് പറയുന്നില്ലേ. അപ്പം ഇത് ഓർത്ത് ട്രോമയ്ക്ക് ഒരു കാരണം ഇതാ, പേടി. അപ്പോൾ ഇതുപോലെ പലതിനെയും നമ്മൾ എടുത്ത് വെച്ച് നമുക്ക്, ഞാനതൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാൽ, അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ആ വ്യക്തിയെ ഓർക്കും തോറും നമുക്കെന്താ ഭയം കൂടി വരും. നമ്മളത് മറന്നേ തീർന്നു. മെമ്മറി വരും തോറും നമ്മൾ പിന്നെ ആ വ്യക്തി എന്താണോ അവൻ്റെ രൂപവും അവൻ്റെ ഇമോഷൻ ശരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷെ നമുക്കത് ചിന്തിക്കാതിരുന്ന പ്രശ്നമില്ല, തീർന്നു. അൾട്ടിമേറ്റ്ലി എല്ലാം നമ്മുടെ തോട്ടിന്റെയും നമ്മുടെ മനസ്സിന്റെയും നമ്മൾ കണക്ട് ചെയ്യും, നമ്മൾ അട്രാക്ട് ചെയ്യാണ്, മനസ്സിലായില്ലേ. അപ്പം ഇത് നമ്മൾ ഒഴിവാക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ബോധത്തിലേക്ക് നമ്മൾ വരുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. കാരണം പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നതെല്ലാം പലതും നെഗറ്റീവായിട്ടാണ്. നമ്മൾ പഠിക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടാണ് പഠിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളാണ്. അപ്പം നമ്മളൊരു കൊടുമുടിയുടെ മുകളിൽ കയറി, നെഗറ്റീവിൻ്റെ കൊടുമുടി കയറി ഇരുന്നിട്ട് ചെറിയൊരു പോസിറ്റീവ് കൊണ്ട് ഈ കൊടുമുടിയെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് NLPയിൽ പറയുന്ന അല്ലെങ്കിൽ പലതും നമുക്ക് സിമ്പിളാണെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ടഫാണ്. ഇപ്പം നമ്മൾ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും, ഇപ്പം നമ്മൾ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? സിവിൽ സർവീസ്. അത് കഴിഞ്ഞിട്ട് അവർ പല ഡിഗ്രിയും പലതും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായാലും ഒരു എക്സാം എന്ന് പറഞ്ഞേ ടെൻഷനാണ്. യെസ്, വൈ? ബിക്കോസ് അത് നമ്മൾ ആ ചെറിയ വയസ്സിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അത് മാറില്ല. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ എന്താണ്, ആ റൂട്ടിൽ പോയിട്ട് അതിനെ എടുത്ത് കളയണം. പക്ഷെ നമ്മളെ കുഞ്ഞുനാൾ മുതൽ വീട്ടുകാരൊക്കെ പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പേടിയായി പോയതാണ്. അത് തന്നെ പറഞ്ഞേ. അപ്പം നമുക്ക് ചെറുപ്പം മുതലേ നല്ല നല്ല ചിന്തകളിലേക്ക് പഠനങ്ങൾ വന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെയോ എത്തിയേനെ.
മെഡിറ്റേഷൻ വേറെ പ്രോസസ് നമുക്ക് സുജങ്ങനത്ത് വേറെ ഉണ്ട്, ഒരുപാട് പഠിക്കാനായിട്ടുള്ള സാധനം. അപ്പോൾ നമുക്ക് വേറെ എവിടെയോ എത്താനുള്ള ലെക്ചറിങ്ങും കണക്ഷൻസും പഠിക്കാനുള്ള സംവിധാനങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ ആ ഒരു എഡ്യൂക്കേഷൻ സംവിധാനം നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇല്ല. അതാണ് നമ്മൾ സാഡ് റിയാലിറ്റിയാണ്. അതാണ് ഒരുപാടുണ്ട്. സുജോക്കിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മളിപ്പോ ഈ ADHD പോലെയുള്ള നമുക്കറിയാം ഫഹദ് ഫാസിൽ അടക്കമുള്ള നടന്മാർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരുപാട് പേർക്കും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ADHD. അത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് ഈ പറഞ്ഞല്ലേ ഇതെല്ലാം ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് എല്ലാത്തിനകത്തും റിസൾട്ട് ഉണ്ട്. അതിനൊരു ട്രീറ്റ്മെന്റ് രീതി എങ്ങനെയാണ് വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് ആ റൂട്ടിൽ എന്താണ് അവരുടെ പ്രശ്നം, അപ്പോൾ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അവരുടെ എക്സ്പീരിയൻസ് ചെറുപ്പത്തിലുണ്ടായിരിക്കും. ചിലപ്പം ഈ പറയുന്ന പല രീതിയിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ശരിയാണ്. അപ്പോൾ അത് കേൾക്കണം നമ്മൾ. അപ്പം നമ്മൾ ചോദിക്കും, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, മരുന്ന് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സൈക്കിക്കായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട്. അപ്പം ഈ പേരൻസ് ഒന്നും ഇത് പറയത്തില്ല. അവരെല്ലാം ഹൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പറഞ്ഞതിനെ ഓർക്കാതിരിക്കാനും. പിന്നെ ചില ഇതുണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ബന്ധം ഉണ്ടാവും എന്നുള്ള ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ധാരണകൾ വരുമ്പോൾ ഇതെല്ലാം മറച്ചു വെക്കും. ഈ മറച്ചു വെക്കുന്നത് ആണ് ദോഷം. അതേസമയത്ത് അറിയുന്നതിനെ ചോദിക്കുന്നതിനാ വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ സാധനത്തെ എടുത്തു കളയാൻ പറ്റും. അല്ലെങ്കിൽ ആ കോറിൽ അവിടെ കിടക്കും, അതിൻ്റെ റൂട്ട് അവിടെ കിടക്കും. അപ്പോൾ അത് എപ്പോൾ വേണേലും അത് വളരാനുള്ള സാഹചര്യം ഉണ്ടാകും വരും. മനസ്സിലായി? അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും ഇല്ലാതാക്കാനാണ് നമ്മൾ ഈ ചോദിക്കുന്ന ഓരോ ചോദ്യം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കണം. അപ്പോൾ എടുത്തു കഴിയുമ്പോൾ അവർ പറയും ഇന്നതാണ്. അപ്പം നമുക്ക് ചാനൽ മനസ്സിലായി. ഇന്ന ചാനലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കണക്ഷനായിട്ട് പൂ പോലെ എടുത്തു കളയാന്ന് പറയുന്ന പോലെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. അതിനെ നമുക്ക് ഇമോഷൻ ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് എടുത്ത് പഠിക്കണം. പിന്നെ അതിൻ്റെ ബ്രാഞ്ച് സെക്ഷനിൽ ഓരോന്നും ലെവലിൽ എടുത്തെടുത്ത് ഇപ്പം നമ്മൾ ചില സെക്ഷൻ ചെയ്യുമ്പം ചില ഇമോഷൻ കണക്ട് ചെയ്യുമ്പം അതായിരിക്കില്ല ചിലപ്പം. അപ്പോൾ അവർ സാറേ കുഴപ്പമില്ല, പക്ഷെ എന്നാലും അങ്ങോട്ടൊരു പൂർണ്ണമായ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഞാൻ എന്നാ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും നിങ്ങളിപ്പോൾ ആ ഇമോഷനെ എടുക്കുക. ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം ആണ് എന്ന് വിചാരിക്കുക, ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവാം, നിങ്ങൾ ആ ഇമോഷൻ എടുക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻ എന്താ? അപ്പോൾ അവർ പറയും ഇപ്പം ആണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കില്ലെന്ന് പറയും. എനിക്കത് ഫീലേ ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ പറയും സാർ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ, ഞാൻ ഓരോ പോയിന്റിൽ കളറിട്ട് ചെയ്യും. ഞാൻ കളറിൽ സ്പെഷ്യലൈസേഷനാണ്, നീഡിലൊന്നും കുത്തൂല, കളർ. അപ്പോൾ കളർ തെറാപ്പി ഇത് ഒരു പോയിന്റിൽ കളർ ഇട്ടിട്ട് ഞാൻ ചോദിക്കും ഇപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്താ തോന്നുന്നത്, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം നേരത്തെ നിങ്ങൾ ആ വ്യക്തിയോട് ഇന്നത് ചോദിച്ചാൽ പുള്ളി പ്രതികരിച്ച രീതി നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ടായത്, അല്ലെങ്കിൽ പേടിയുണ്ടായി, എനിക്ക് ആ പുള്ളിയോട് ചോദിക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. അപ്പം അറിയല്ലേ ഈ നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുവോ, അല്ല എങ്ങനെയാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ചോദിക്കും ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ചിന്ത പുള്ളിയോട് ആണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ചോദിക്കും. ഇപ്പോഴാണെങ്കിൽ ധൈര്യം, ഞാൻ എന്തിനാണ് പേടിച്ചതെന്ന് ഞാൻ അന്ന് ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അപ്പം എൻ്റെ പേടി എന്നുള്ള ഇമോഷൻ അവിടെ ഓൾമോസ്റ്റ് കുറഞ്ഞു. അപ്പം ഞാൻ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് സെക്ഷനുണ്ട്. അപ്പോൾ അത് ചെയ്തത് ഒരു സെക്ഷന് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എനിക്ക് ആ തോട്ടില്ല. അപ്പം ആ തോട്ടില്ല, എനിക്ക് കംപ്ലീറ്റ്ലി മാഞ്ഞു പോകുന്നു, കംപ്ലീറ്റ് പോകുന്നു. അപ്പോൾ അത് ഓരോ ബ്രാഞ്ചിൽ നമ്മൾ കയറി ഓരോ സെക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സിറ്റിങ്ങിൽ തന്നെ ചിലർ പറയാം എനിക്ക് സ്ഥലം നല്ല രീതിയിൽ മാറ്റമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഫിക്സ് ചെയ്ത് തീർന്നു. നിങ്ങൾ ഫിക്സ് ചെയ്ത് തീർന്നു. അതല്ല നിങ്ങൾ പിന്നെയും ചിലപ്പോൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ 1-2 സിറ്റിങ്ങിൽ വന്നാൽ മിക്കവാറും മാറി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വട്ടം ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലല്ല, ഇതെന്ന് വെച്ചാൽ നമുക്ക് പല ക്രോണിക് ആയിട്ടുള്ള സാധനമല്ലേ. ആ DP കിടക്കുന്ന സാധനം മുഴുവൻ നമുക്ക് ആ റൂട്ടോടെ എടുത്ത് കളയണ്ടേ. അതാണ് ക്രോണിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മൈഗ്രെയിൻ വരാൻ പല കാരണങ്ങളുണ്ട്. അപ്പം ഓർഗൻ ബേസ്ഡ് ആണോ? അപ്പം നമുക്ക് ഓർഗൻ ആമാശയം പിത്താശയമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലെൻസ് ആകണം. ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അത് ശരിയായി. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളോ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കും. പിന്നെ അടുത്ത സിറ്റിംഗ് വരുമ്പോൾ കുറച്ചുകൂടെ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചോദിക്കും.
അപ്പം ഇന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ ഓൾമോസ്റ്റ് CD വെച്ചോ, അല്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അവർ വിളിച്ചു പറയുക, സാറേ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കണ്ടിന്യൂ ദാറ്റ്. അപ്പം ഒരു മിനിമം 21 ദിവസം നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ടൊരു ഒരാഴ്ച ബ്രേക്ക് കൊടുക്കുക, ഒരു 3-4 ദിവസം ബ്രേക്ക് കൊടുക്കുക. ആവശ്യമില്ലേ കണ്ടിന്യൂ ചെയ്യുക, തീർന്നു. അപ്പോൾ നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഡിസീസായിട്ട് നമുക്ക് ദർ ഇസ് നോ ഡിസീസ് ഇൻ ദ വേൾഡ്. അപ്പം അത് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ മറ്റുള്ള ആൾക്കാർ അതിനൊരു പേരായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് സുജോക്കിനകത്ത് ഡിസീസ് എന്ന് പറയുന്നൊരു സാധനമില്ല. അപ്പം നമുക്ക് ഏറ്റവും വേണ്ട ആവശ്യവും അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ട്, ഒരു ട്യൂമറുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളത് ജനറേറ്റ് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റ് ആയി കഴിയും. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ഇതെങ്ങനെ മാറ്റാം, ഇത് മാറ്റില്ല, ഏതാണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം അല്ലേ. എന്തായാലും നമ്മളെല്ലാം പേടിയില്ല. പിന്നെ നമുക്കറിയാം ഇത് പൂർണ്ണമായിട്ട് മാറ്റാമല്ല, പക്ഷെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒത്തിരി സിസ്റ്റങ്ങൾ വേറെ ഉണ്ട്, ഒറ്റമൂലികളുള്ളതൊക്കെ. പക്ഷെ അത് കണ്ടെത്തണം. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. അതിലേക്ക് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു അസുഖം മാറാനായിട്ട് മുകളിലിരിക്കുന്ന ആൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറും എങ്കിൽ അവിടെ ചെന്ന് നമുക്ക് അതിനെ 5 ആക്കാം, 10 ആക്കാം, 20 ആക്കാം ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിവിടെ ഡിസീസ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ അതാ പറഞ്ഞ വളരെ ഫൈൻ ട്യൂണായിട്ട് കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്ത് പഠിക്കുന്നു നമ്മൾ. അപ്പം നമുക്ക് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്സിയലാണ് അല്ലേ, ഒരു ത്രാസ്. അപ്പം 2 സൈഡും ഒരുപാട് ഭാഗം. അപ്പം 2 സൈഡ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറയുന്നത് ഭാരത സംസ്കാരത്തിൽ നമ്മൾ പറയുന്നത് അർദ്ധനാരീശ്വരൻ, ഒരു സൈഡ് സ്ത്രീയും ഒരു സൈഡ് പുരുഷനും. അതിനെ നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് ശിവ കോൺഷ്യസും, റൈറ്റ് സൈഡ് പാർവതി കോൺഷ്യസും, ലെഫ്റ്റ് സൈഡ് ശിവ കോൺഷ്യസും എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മറ്റുള്ള യൂറോപ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇന്നിയാങ്, സ്ത്രീ പുരുഷൻ എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, പേരിങ്ങനെ മാറിയിട്ടുണ്ടെന്ന് മാത്രം. ഇന്നിയാങ്. ഓക്കെ, അപ്പോൾ പകുതി എന്ന് പറയുന്നത് സ്ത്രീയും പകുതി പുരുഷനും. ഹോർമോൺസിനും ഉണ്ടല്ലോ നമുക്കറിയാൻ വേണ്ടി. അപ്പം ഇത് ബാലൻസ് ആയി. അപ്പം നമുക്ക് ആരോഗ്യമുള്ള അവസ്ഥ, ആദ്യത്തെ അവസ്ഥ ഹെൽത്തി പൊസിഷൻ, ആരോഗ്യമുള്ള അവസ്ഥ. പിന്നെ രണ്ടാമത്തെ അവസ്ഥ ആരോഗ്യം കുറഞ്ഞ അവസ്ഥ. അപ്പോൾ എന്തായി, ഒരു സൈഡ് എന്തായി, ഒരു സൈഡ് ബാലൻസ് അൺബാലൻസിങ് ആയി. ഓക്കെ, ബാലൻസ് കഴിഞ്ഞപ്പോൾ ഒരിടത്ത് കൂടി ഒരിടത്ത് കുറഞ്ഞു. അപ്പോൾ എന്തായി, അൺബാലൻസിങ് ആയി, അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷനായി. അത് കഴിഞ്ഞ് പറയും നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഒന്ന് ആരോഗ്യമുള്ള അവസ്ഥ, 2 പറയും നിങ്ങൾക്ക് സാറേ പെടലി അല്ല കൈക്കൊരു ഷോൾഡർ വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 2 എന്ന് പറയുന്നത് നമ്മൾ ഓവർ ആക്റ്റീവ്, എനർജി കൂടിയ അവസ്ഥ, എനർജി കുറഞ്ഞ അവസ്ഥ. ഇപ്പം എത്ര അവസ്ഥയായി, 4 അവസ്ഥയായി. ഹെൽത്തി പൊസിഷൻ, എനർജി കൂടിയ അവസ്ഥ 1, 2 എനർജി കുറഞ്ഞ അവസ്ഥ 3, 4മത്തതാണ് എന്ത് പറഞ്ഞ് വേദന ഉണ്ടോ ഇല്ലയെന്ന് ഫലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ 4 അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് പോയേ. ഈ 4 അവസ്ഥയേ ഉള്ളൂ മനുഷ്യന്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, അവസ്ഥ, എനർജിയുടെ ഒരു കുറവ് കൂടുതൽ, ഇല്ലാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ അസുഖങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ഹാർട്ട് ബ്ലോക്ക്